Welcome back to another vlog, guys. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മിനി ട്രക്ക് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയെടുത്ത് വീടിൻ്റെ അവിടെ നിന്നൊക്കെ വണ്ടിയെടുത്ത് നമ്മൾ അങ്ങനെ ഇവിടെ അടുത്തുള്ള ഈക്കാട്ട് താങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഗിണ്ടി എന്നൊക്കെ പറയും. അപ്പോൾ അവിടേക്ക് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ജാഫർ ഖാൻ പേട്ടയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് വെസ്റ്റ് ജാഫർ ഖാൻ പേട്ട. നിയർ ബൈ അശോക് പില്ലറിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. അടുത്ത കാണുന്നത് കരുപ്പട്ടി കാപ്പിയുടെ വണ്ടികളാണ്. അപ്പം നമ്മളിത് കാസി തിയേറ്ററിൻ്റെ അവിടെ എത്തി. നേരെ കാണുന്നത് മെട്രോൻ്റെ ബ്രിഡ്ജാണത്, ഫ്ലൈ ഓവറല്ല. അപ്പോൾ ഇതിന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ റോട്ടിൽ. നോർമൽ ഡേയ്സിനേക്കാളും തിരക്ക് ഭയങ്കര കുറവാണ്. നോർമൽ ഡേയ്സിൽ ഈ സ്ഥലത്തൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് പോകാമെന്ന് പറയില്ലേ, അതുപോലെയൊക്കെയാണ് പോവുക. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ കാസി തിയേറ്ററിൻ്റെ അടുത്തെത്തി. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കാസി തിയേറ്റർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറും. അപ്പോൾ അതേ നമ്മൾ കാസി തിയേറ്റർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി റൈറ്റ് സൈഡിൽ മെട്രോൻ്റെ അങ്ങനെ ലോങ്ങിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ഫ്ലൈറ്റ് പോകുന്നത് കാണാം. ക്യാമറയിൽ കാണുമെന്ന് അറിയില്ല. അപ്പോൾ അതേ നമ്മളങ്ങനെ കാസി തിയേറ്ററിൻ്റെ അടുത്തെത്തി. ഇനിയിപ്പോൾ ഈ കാസി തിയേറ്റർ ബ്രിഡ്ജ് ഇറങ്ങുന്നതോടുകൂടി നമുക്കൊരു ലെഫ്റ്റ് എടുത്ത് പോകണം. ലെഫ്റ്റ് എടുത്ത് ഈക്കാട്ട് താങ്കൽ സ്ട്രിപ്പ് കാർഡിൻ്റെ ഉള്ളിൽ പോകണം. ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പോൾ ഇത് ഈ ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോണത്. സമയം 10:30 കഴിഞ്ഞോട്ടോ. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരാൻ നേരെ വൈകി. അപ്പോൾ അതേ നമ്മൾ ഈക്കാട്ട് താങ്കലിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആയി. ഇതൊക്കെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പുതിയ തലമുറ എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ചാനലിൻ്റെ സ്റ്റുഡിയോ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ലോഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ലോഡ് കയറ്റി കഴിഞ്ഞു. 4 ബോക്സ് ഉള്ളൂ. ഇവിടെ അടുത്ത് തന്നെ വത്സർവാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ ലോഡ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കാമറാസാല റോട്ടിലാണ്. CBW ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയും കാമറാസാല. അപ്പോൾ ഈ ലെഫ്റ്റ് കയറി ഈ അടുത്തേക്ക് ഈ സ്ഥലങ്ങളിലൊക്കെയാണ് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ജീവിച്ചിരുന്നത്. അപ്പോൾ CBW ക്വാർട്ടേഴ്സ്. അപ്പോൾ അതേ നമ്മൾ വത്സർവാക്കം ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വത്സർവാക്കത്ത് ലോഡ് ഇറക്കണം. അപ്പോൾ ഇനി ഒരു ഇത് സിവൻ പാർക്ക് എന്ന് പറയും. എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ വന്ന് കളിക്കുന്ന സ്ഥലങ്ങൾ. എൻ്റെ ലവേഴ്സ് പാർക്കും കൂടിയാണത്. അപ്പോൾ ഇതാണ് KK നഗർ എന്ന് പറയുന്ന സ്ഥലം. KK നഗർ, അശോക് നഗറൊക്കെ ബോർഡറാണ്. അപ്പുറത്ത് ഇപ്പുറത്തൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നേരെ പോയി ഇനി ഒരു 2.5 കിലോമീറ്ററും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഇറക്കണ സ്ഥലത്തിൻ്റെ അടുത്തേക്കൊക്കെ എത്തിയിട്ടോ. അപ്പോൾ നമുക്കിനി ഇത് പോയി ഇറക്കിയിട്ട് അടുത്ത ലോഡ് കയറ്റാം. അപ്പോൾ നമ്മൾ ഇനി കുറച്ചും കൂടി ഉണ്ട് നമുക്ക് പോകാനായിട്ട്, ഇറക്കാനായിട്ട്. അപ്പോൾ ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലോഡ് കയറ്റാൻ പോവുകയാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ അടുത്ത ലോഡ് കയറ്റിയിട്ട് അമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് നോക്കട്ടെടാ. ഒരു 8 കിലോമീറ്റർ ഉണ്ട് അമ്പത്തൂരിലേക്ക് വത്സർവാക്കത്തിൽ നിന്ന്. അപ്പോൾ നമ്മൾ അമ്പത്തൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കയറ്റിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പാക്കിംഗ് ചാക്കിൽ അതാണ് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് കയറ്റിക്കൊണ്ട് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ടാർ റോഡാണ് ഇതിന് പറയുക. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മധുരവായിൽ ചെന്ന് കയറും. മധുരവായിൽ ബൈപ്പാസ് എന്നൊക്കെ പറയും. മധുരവായിൽ ചെന്ന് കയറും. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് റൈറ്റാണ് എടുത്ത് പോകേണ്ടത്. അപ്പോൾ നമ്മൾ റൈറ്റൊക്കെ തിരിഞ്ഞ് ഈ റോഡ് ഡെഡ് എൻഡ് മധുരവായിലാണ്. മധുരവായിൽ നിന്ന് നമുക്ക് ഫ്ലൈ ഓവർ കയറി വേണം പോകണം. ആ ഫ്ലൈ ഓവറാണ് മധുരവായിൽ ഫ്ലൈ ഓവർ. ഇനിയിപ്പോൾ ഈ ഫ്ലൈ ഓവർ കയറി വേണം നമുക്ക് പോകാൻ. ലെഫ്റ്റിലേക്ക് ആ വണ്ടികളൊക്കെ പോകണമുണ്ടോ, ആ ഫ്ലൈ ഓവർ വേണം കാണാം. അപ്പോൾ ഈ ഫ്ലൈ ഓവർ നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ബട്ടർഫ്ലൈ മോഡലാണ്. ചെന്നൈയിൽ മാക്സിമം ഫ്ലൈ ഓവേഴ്സും ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ മോഡലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ മധുരവായിൽ അമ്പത്തൂർ ലക്ഷ്യമാക്കി മധുരവായിൽ റീച്ച് ചെയ്തു. ഇനിയിപ്പോൾ ഇത് കയറി നേരെ ബൈപ്പാസ് കയറണം. അപ്പോൾ മധുരവായിൽ ബൈപ്പാസ് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ് ഹിൽസിൽ ചെന്ന് ഇറങ്ങാൻ പറ്റും. അപ്പുറത്തെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ പെരുങ്കുളത്തൂർ ചെന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തൊക്കെ ഏതാണ്ട് എത്തി, ഇറക്കാറായി. അപ്പോൾ നമുക്ക് ഇറക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ അടുത്ത ലോഡ് റെഡിയായി. അടുത്ത ലോഡ് ഈ സ്പ്രിങ് ആണ് കയറ്റുന്നത്. ഈ റോള് നമുക്ക് ഇതും കൊണ്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള അമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 4-4.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നല്ല വെയിലും കൂടിയാണെന്ന്. വണ്ടിയുടെ ഉള്ളിൽ നല്ല ചൂടാട്ടോ. അപ്പോൾ നമ്മളിത് അയ്യമ്പാക്കം എന്ന് പറഞ്ഞ വഴിക്കൂടെ നമ്മൾ അമ്പത്തൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു
2.25 കിലോമീറ്ററും കൂടിയുണ്ട് നമുക്ക് ഈ ഇറക്കേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ അത് നമ്മൾ ഏതാണ്ടൊക്കെ അടുത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബ്രിഡ്ജ് വരും. ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുത്ത് പോകണം. അതാണ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുത്ത് പോകണം. അപ്പോൾ അതേ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്കൊക്കെ ലക്ഷ്യ സ്ഥലത്തേക്കൊക്കെ നമ്മൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് സിഗ്നലിൻ്റെ അവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുക്കണം. അപ്പോൾ ഗായ്സ്, അപ്പോൾ അതേ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്ത് ഏതാണ്ട് എത്തി. ആ ലോഡ് നമ്മൾ ഇറക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ആവടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പത്തൂരിൽ നിന്ന് ആവടി കണ്ണപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 13 കിലോമീറ്റർ ഉണ്ട് ആ സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ പോക്കറ്റ് വഴി കൂടെയൊക്കെ പോകണം. മെയിൻ റോഡിൽ കൂടെ പോയാൽ നല്ല ബ്ലോക്കായിരിക്കും. അതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ പോക്കറ്റ് വഴി പോയിട്ട് നമ്മൾ ഹൈവേയിലേക്ക് വീണ്ടും മെയിൻ റോഡിലേക്ക് കയറി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഒരു 11 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പത്തൂർ OT എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്ത് ഉള്ളിലേ പോകണം. അപ്പോൾ അതായത് നമ്മൾ അമ്പത്തൂർ OTയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഉള്ളിൽ വന്നു. ഇത് അയ്യനമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആവടി കുമരഞ്ചാവടി റോഡിലേക്ക് കയറും. അപ്പോൾ അതേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടി നമുക്ക് ലക്ഷ്യ സ്ഥലത്തേക്കൊക്കെയുള്ളൂ. അപ്പോൾ ചേട്ടാ നിൽക്കട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഗായ്സ് നല്ല പോലെ വെള്ളം അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കഴിച്ചിട്ടില്ല. സമയം ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ 2:10 ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ അയ്യനമ്പാക്കം റോഡിലേക്ക് എത്തി. ഇനി നമ്മൾ ലക്ഷ്യ സ്ഥലത്തേക്കൊക്കെ ഒരു 4 കിലോമീറ്റർ. അപ്പോൾ ആ ലോഡൊക്കെ ഇറക്കി നമ്മളിത് പാടി. അപ്പോൾ വൈകുന്നേരമായി ഗായ്സ്. നമ്മളിപ്പോൾ അടുത്ത ലോഡ് കയറ്റി ആലന്തൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലന്തൂർ ഇവിടെ നിന്ന് 16 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് 16 കിലോമീറ്റർ പതുക്കെ സമയം 6:15 ആയിട്ടുള്ളൂ. പക്ഷേ ഭയങ്കരമായിട്ട് ഇരുട്ടായി തുടങ്ങി ഈ സമയത്തൊക്കെ. അപ്പോൾ നമ്മൾ പതുക്കെ ലോഡൊക്കെ കയറ്റി. ലോഡ് നല്ല ഹെവി ലോഡാണ്. അപ്പോൾ അത് കയറ്റി നമ്മളിപ്പോൾ പോരൂർ സിഗ്നലിൻ്റെ അവിടേക്ക് എത്താറായി. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ രാമാപുരം എത്തി ഗായ്സ്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം RJ Vlogs, RJ Malayalam.